നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. വേൾഡ് കപ്പിലും ഹാലൻഡ് ഷോ. പ്രീമിയർ ലീഗിൽ നമ്മൾ ഒരുപാട് കണ്ട ഷോയാണ്. ചാമ്പ്യൻസ് ലീഗിലും അതുപോലെ അതിനു മുമ്പ് ബൂണ്ടസ് ലീഗയിലും ഒക്കെ നമ്മൾ എർലിംഗ് ഹാലൻഡ് ഗോളടിച്ച് കൂട്ടുന്നത് കണ്ടിട്ടുണ്ട്. ഇതാ അദ്ദേഹത്തിൻ്റെ ആദ്യ വേൾഡ് കപ്പ് മത്സരത്തിലും അദ്ദേഹം ബ്രേസുമായിട്ട് അരങ്ങേറിയിരിക്കുന്നു. ഹാലൻഡ് ഡൂയിങ് ഹാലൻഡ് തിങ്സ്. നോർവേ ഇതാ ഇറാഖിനെ 1-4 ഗോളുകൾക്ക് മുക്കിയിരിക്കുന്നു. ഈ വേൾഡ് കപ്പിൽ ഒരു ഏഷ്യൻ ടീം ആദ്യമായിട്ടാണ് പരാജയപ്പെടുന്നത്. എർലിംഗ് ഹാലൻഡ് ഇരട്ട ഗോളുകൾ കൂടാതെ ഓസ്റ്റിഗാർഡാണ് ഒരു ഗോള് നോർവേക്ക് വേണ്ടി നേടിയത്. അതേസമയം ഐമൻ ഹുസൈന് ഇറാഖിൻ്റെ ആശ്വാസ ഗോൾ നേടിയിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരിലാണ് അവസാനത്തെ ഒരു ഗോൾ ഓൺ ഗോളായിട്ടും രേഖപ്പെടുത്തിയത്. ഏതായാലും മത്സരത്തിൽ നോർവേയുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ 11 സൂപ്പർ താരങ്ങൾ തന്നെ ഇറങ്ങി. എർലിംഗ് ഹാലൻഡും സൊർലോത്തും ന്യൂസയും ഒക്കെ ഒരുമിച്ചിറങ്ങി. മധ്യനിരയിൽ ഒഡേഗാർഡ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വക ഒരു അസിസ്റ്റും പിറന്ന മത്സരമാണ്. ഏതായാലും മത്സരത്തിൽ 29ാമത്തെ മിനിറ്റിൽ എർലിംഗ് ഹാലൻഡ് തൻ്റെ ആദ്യ ഗോൾ കണ്ടെത്തി. എന്നാൽ 39ാമത്തെ മിനിറ്റിൽ ഐമൻ ഹുസൈനിലൂടെ ആ ഗോൾ മടക്കി ഇറാഖ്. പക്ഷേ ആദ്യ പകുതി അവസാനിക്കുന്നതിന് മുമ്പ് 43ാമത്തെ മിനിറ്റിൽ വീണ്ടും എർലിംഗ് ഹാലൻഡ് ഗോൾ അടിച്ചതോടെ ഇടവേള സമയത്ത് 2-1 മുന്നിലായിരുന്നു നോർവേ ഉണ്ടായിരുന്നത്. രണ്ടാം പകുതിയിൽ 76ാമത്തെ മിനിറ്റിൽ ഓസ്റ്റിഗാർഡ് ഗോളടിക്കുന്നു. നോർവേ തങ്ങളുടെ ലീഡ് വർദ്ധിപ്പിക്കുന്നു. എന്നാൽ കളിയുടെ അവസാന നിമിഷത്തിൽ വീണ്ടും ഒരു ഗോൾ കൂടി ഇറാഖിൻ്റെ വലയിലേക്ക് കയറിയതോടുകൂടി അത് ഓൺ ഗോളായിട്ടാണ് രേഖപ്പെടുത്തിയത്. 4-1 തകർപ്പൻ ജയമാണ് നോർവേ സ്വന്തമാക്കിയിരിക്കുന്നത്. ഏതായാലും ഗ്രൂപ്പ് ഐയിൽ നോർവേയുടെ കിടിലൻ തുടക്കം. നോർവേയും ഫ്രാൻസും 3 പോയിന്റുമായിട്ട് നിൽക്കുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ്